ഷാർജയിലെ വിമൻചിയുടെ ആത്മഹത്യ വലിയ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ച സംഭവം തന്നെയാണ്. വിമൻചിയ 1.5 വയസ്സുള്ള കൊച്ചിനെ കൊന്ന് വിമൻചിയ അതിൻ്റെ ആ കയറിൻ്റെ മറ്റേ അറ്റത്ത് ആത്മഹത്യ ചെയ്ത വാർത്ത ഇന്ന് വളരെ സജീവമായ ചർച്ചയിലാണ്. അതിൻ്റെ കാരണം വിമൻചിയുടെ ഭർത്താവിൻ്റെ സഹോദരി നീതുവിൻ്റെയും അവരുടെ പിതാവിൻ്റെയും ക്രൂരമായ പീഡനം വിമൻചിക്കുണ്ടായി എന്നാണ് വരുന്ന വാർത്തകൾ. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചത് വിമൻചിയുമായിട്ടുള്ള ബന്ധം ഇനി പറ്റില്ല, വിവാഹമോചനം വേണം. അത് പറഞ്ഞപ്പം വിമൻചിക പറഞ്ഞു, വിവാഹമോചനത്തിന് ഞാൻ തയ്യാറല്ല, ഞാനല്ലേ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വക്കീൽ നോട്ടീസ് വന്നു, വിമൻചിക ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല, ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കണം എന്നായിരുന്നു വിമൻചിക പലരിടത്തും പറഞ്ഞത്. അങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് വന്നാൽ ഇനി ഭൂമി ജീവിക്കില്ല എന്നും പറഞ്ഞിരുന്നു. ഈ സംഭവത്തോടനുബന്ധിച്ച് പല കാര്യങ്ങളും പുറത്തേക്ക് വന്നെങ്കിലും എല്ലാവരും ധരിച്ചിരുന്നത് വിമൻചിയ ആത്മഹത്യ ചെയ്യാൻ കാരണം വക്കീൽ നോട്ടീസ് കിട്ടിയതുകൊണ്ടാണ്. പക്ഷേ അതല്ല. ആത്മഹത്യാക്കുറിപ്പ് ഇപ്പം പുറത്തേക്ക് വന്നു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്താവിൻ്റെ പീഡനമാണ്. ഭർത്താവിൻ്റെ മാത്രമല്ല, ഭർത്താവിൻ്റെ സഹോദരി നീതുവിൻ്റെ പീഡനം, ഭർത്താവിൻ്റെ പിതാവും. ഇവർ 3 പേരുമാണ് മകളെ പീഡിപ്പിച്ച് അതിൻ്റെ അവസാനം ആത്മഹത്യ ചെയ്തത് എന്ന് അമ്മ പറയുന്നു. മകളുടെ പോസ്റ്റ്മോർട്ടം നാട്ടിൽ കൊണ്ടുവന്ന് നടത്തണം എന്നാണ് അമ്മ കരുതുന്നത്. അവിടെ വെച്ച് പീഡിപ്പിച്ചാലും 2 പേരും ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരാം, കൊച്ചിൻ്റെ ബോഡി കൊണ്ടുവരാം. അവിടെ കേസെടുത്താലും ശരി, അവിടുത്തെ നിയമ നടപടി അനുസരിച്ച് മുന്നോട്ട് പോയാലും ശരി, ഇന്ത്യക്കാരെന്ന നിലയിൽ മകളെയും കൊച്ചുമകളെയും അവരുടെ ഡെഡ് ബോഡി ഇന്ത്യയിലേക്ക് അവരുടെ പോസ്റ്റ്മോർട്ടം മറ്റ് നിയമപരമായ ചടങ്ങുകൾ കഴിഞ്ഞാൽ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇവിടെ ഇതേ സംബന്ധിച്ച ഒരു കേസ് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അന്വേഷണത്തിൽ കുട്ടികളുടെ മരണം അമ്മയുടെ മൊഴി അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. മകളുടെ മരണം ആത്മഹത്യ ആണെങ്കിലും ഭർതൃപീഡനം മുഖേനയാണ് മകൾ മരിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പെൺകുട്ടി വിമൻചിയുടെ ശബ്ദ സന്ദേശവും ഒക്കെ പുറത്തു വരുന്നുണ്ട്. തന്നെ പീഡിപ്പിച്ച കാര്യങ്ങളുമൊക്കെ അവരുടെ മരണക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച ചില കാര്യങ്ങൾ മായ്ക്കാൻ അയാൾ ശ്രമിച്ചെങ്കിലും മായ്ച്ചെങ്കിലും അതൊക്കെ പോലീസ് റിട്രീവ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയെങ്കിലും വിമൻചിയെയും കൊച്ചിനെയും അവിടെ തന്നെ അടക്കണമെന്നാണ് ഭർത്താവിൻ്റെ സഹോദരിയും ഭർത്താവിൻ്റെ പിതാവും മറ്റും നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയിലേക്ക് വന്ന നിയമ നടപടികൾ നേരിടേണ്ടി വരും. തൻ്റെ മകളെ അയാൾ കൊന്നതാണെന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞു കഴിഞ്ഞു. അമ്മ മകളെ അന്ത്യമായിട്ടൊന്ന് കാണാൻ വേണ്ടി അങ്ങ് ചെന്നു കഴിഞ്ഞു. മകളെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകണം, അടുത്ത ചടങ്ങുകളും കർമ്മങ്ങളും എല്ലാം നാട്ടിൽ നടത്തണം, മകളുടെ ബോഡി കൊണ്ടുപോകണം എന്നാണ് ഇപ്പോൾ അമ്മ പറയുന്നത്. അമ്മ അവിടെ എത്തിക്കഴിഞ്ഞു. അമ്മയുടെ ഒപ്പം വിമൻചിയുടെ ബ്രദറും ഷാർജയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ കുഞ്ഞു കൊച്ചിനെങ്കിലും അവിടെ അടക്കണമെന്നുള്ള വാശിയിലാണ് ഭർത്താവിൻ്റെ വീട്ടുകാരും. അവർ കുറ്റം ചെയ്തില്ല, പിന്നെ എന്തിനാണ് വാശി പിടിക്കുന്നത്? അമ്മയും കുഞ്ഞും നാട്ടിലോട്ട് പോട്ടെ, അവർ നാട്ടിലെ നിയമ നടപടികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവർ വിചാരിക്കുന്നത് പോലെ അവർ ഇന്നസെൻ്റ് ആണെങ്കിൽ ഒരു പ്രശ്നവും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ, എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടെത്തട്ടെ, കൊച്ചിനെ എങ്ങനെയാണ് കൊന്നതെന്ന് കണ്ടെത്തട്ടെ. അതിനെന്താണ് നിയമ തടസ്സം? അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ബോഡി ഇങ്ങ് കൊണ്ടുവരാം, ഇവിടെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാം. നീതിനേക്കാളും സൗന്ദര്യം കൂടുതലുണ്ട് വിമൻചിയയ്ക്ക്. അതുകൊണ്ട് ആ സൗന്ദര്യം കുറയ്ക്കാൻ വേണ്ടി വിമൻചിയുടെ തല മുട്ടയടിപ്പിച്ചു. മുട്ടയടിച്ച ചിത്രം നമ്മൾ കണ്ടു. സുന്ദരിയായ അവരുടെ ആ മുട്ട അടിച്ചുള്ള രൂപവും നമ്മൾ വികൃതമായ രൂപവും കണ്ടു. അത് നാത്തൂനും ഭർത്താവും അവരുടെ വീട്ടുകാരും കൂടി ചെയ്തു കൂട്ടിയതാണ്. അങ്ങനെയാണ് ആ കുട്ടി തലയിലെ മുട്ടയടിച്ച് ഒരു ഫോട്ടോ എടുക്കേണ്ടി വന്നത്. അതേസമയത്ത് നിതീഷും മറ്റു ചില സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് സ്വഭാവ വൈകൃതങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഭർത്താവ് എന്ന് വീട്ടുകാർക്കറിയാം. അല്ലെന്നുണ്ടെങ്കിൽ മരണപ്പെട്ട
വിഭജിക്കും അറിയാം. ആ രീതിയിലുള്ള എഴുത്തുകൾ അവർ എഴുതി വച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. നിതീഷ് സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊട്ടയടിച്ച തലയിലെ വികൃതമായ ഫോട്ടോയും ഒക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം ഇയാൾ അടിവസ്ത്രം സ്ത്രീകളുടെ ധരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു സ്വഭാവ വൈകൃതമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഭർത്താവ് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. 9/7/2025 ജോലിക്കാരി ഫ്ലാറ്റിൽ വന്നപ്പോഴാണ് ഫ്ലാറ്റ് അവരുടെ വാതിൽ അകത്തു നിന്ന് അടച്ചു പൂട്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഭർത്താവ് നീതുവിനെ വിളിച്ചു വിവരങ്ങൾ ആ ജോലിക്കാരി പറഞ്ഞു. ഈ മരണത്തിന് 3-4 ദിവസം മുമ്പ് ഭർത്താവ് വീട്ടിൽ നിന്ന് പിണങ്ങി വേറെ വീടെടുത്ത് താമസിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ആത്മഹത്യയുടെ വിവരം അറിയുന്നത്. ജോലിക്കാരി വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് നീതു ഓടി അവിടെ എത്തി. മുൻവശം വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുന്നവരുടെ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി. അപ്പോഴാണ് കാണുന്നത് വിഭജ്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മറ്റേ കയറിൻ്റെ മറ്റേ അറ്റത്ത് കൊച്ചു തൂങ്ങിക്കിടക്കുന്നു. കുട്ടിയുടെ മർഡറാണെന്നുള്ള സംശയമൊന്നുമില്ല. അതേസമയത്ത് വിഭജിക ആത്മഹത്യ ചെയ്ത സിംറ്റംസ് ആയിരിക്കും കാണുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അമ്മയുടെ ആവശ്യപ്രകാരം മകളുടെ ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുവരണം. ഇവിടെ കുണ്ടറ പോലീസിൽ അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം നടത്തണം. കാരണം അതിൻ്റെ കാര്യങ്ങൾ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാകണം. അയാൾക്ക് എന്തെങ്കിലും റോൾ ഈ ആത്മഹത്യയിലുണ്ടോ, അല്ലെങ്കിൽ കൊലപാതകം വല്ലതും ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ പരിശോധിക്കാൻ സാധിക്കും ഡെഡ് ബോഡി വന്നാൽ. എന്തായാലും ആ 3-4 ദിവസമായിട്ട് ആ വീട്ടിൽ നിന്ന് മാറി അവർ വേറെ വീടെടുത്ത് മാറി താമസിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഈ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയി. ആ പെൺകുട്ടിയുടെ വീട്ടിൽ അമ്മയെ കാണാൻ പോലും അയക്കത്തില്ല. പണം കൂടുതൽ വേണം, ഡൗറി കൂടുതൽ വേണം, കാറ് വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഡിമാൻഡ്. ആ പീഡനം കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നിപ്പം കൃത്യമായി. അവിടെ കോഗ്നിസൻസ് എന്തെങ്കിലും എടുക്കുമോ, നടപടി എടുക്കുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അവിടുത്തെ ഒരു ആത്മഹത്യ എന്ന് കണ്ട സ്ഥിതിക്ക് മറ്റു കാര്യങ്ങളിലേക്കും ചിലപ്പം ഷാർജ പോലീസ് പ്രവേശിക്കാനുള്ള സാധ്യതയില്ല. അതേസമയത്ത് നിയമപരമായി ഒരാളുടെ ആത്മഹത്യ മറ്റൊരാളുടെ പ്രേരണ മൂലം ആണ് എങ്കിൽ ഇന്ത്യയിൽ നിയമ നടപടി കൊണ്ട് പ്രേരണാകുറ്റം ചുമത്തി ഇവിടെ അറസ്റ്റ് ചെയ്ത് 10 വർഷം വരെയുള്ള ശിക്ഷാ തടവ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹമനുസരിച്ച് ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ട് ആ ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുവരുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ കരുതുന്നു.